നമസ്കാരം. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ എന്തും ചെയ്യാമെന്നൊരു ഹുങ്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. ഇതാണ് അധികാരത്തിൽ ഏറിയ നാൾ മുതൽ എല്ലാവരും കാണുന്നതും. കുടിയേറ്റ വിഷയത്തിലും പൗരത്വത്തിലും താരിഫിലുമെല്ലാം കണ്ടതും അതുതന്നെയായിരുന്നു. ഇപ്പോ പൗരത്വ വിഷയത്തിൽ ട്രംപിന് നല്ല ഒന്നാം തരം തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കാൻ ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ട്രംപ് സർക്കാർ കൊണ്ടുവന്ന പ്രധാന കുടിയേറ്റ വിരുദ്ധ നടപടികളിലൊന്നായാണ് ഇതിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മാതാപിതാക്കൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ താൽക്കാലികമായി രാജ്യത്ത് എത്തിയവരോ ആണെങ്കിൽ ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേ ലഭിക്കുന്ന പൗരത്വം നിഷേധിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ഈ ഉത്തരവിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഭരണഘടനാ പ്രകാരം പൗരത്വത്തിന് അർഹതയുണ്ട് എന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ 9 ബെഞ്ച് 6-3 ഭൂരിപക്ഷത്തിലാണ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കിയ വിധി പുറപ്പെടുവിച്ചത്. അമേരിക്കയിൽ ജനിക്കുന്ന ഭൂരിഭാഗം പേർക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലെ പൗരത്വ ചട്ടത്തിന് വിരുദ്ധമാണ് ഈ ഉത്തരവെന്നും സുപ്രീം കോടതി വിലയിരുത്തി. 1868 അംഗീകരിക്കപ്പെട്ട ഈ നിയമ ഭേദഗതി മുൻപ് അടിമകളാക്കപ്പെട്ടവർ ഉൾപ്പെടെയുള്ള കറുത്ത വർഗക്കാരായ അമേരിക്കക്കാർക്ക് പൗരത്വ അവകാശങ്ങൾ ഉറപ്പാക്കാൻ കൊണ്ടുവന്നതാണ്. എങ്കിലും ഇതിന്റെ പരിധി അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവരിലേക്കും നീളുന്നതാണ്. അമേരിക്കയിൽ ജനിക്കുകയോ പൗരത്വം നേടുകയോ ചെയ്യുകയും അവിടുത്തെ നിയമപരിധിക്ക് വേണ്ടി വിധേയരാവുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അമേരിക്കയിലും അവർ താമസിക്കുന്ന സംസ്ഥാനത്തിലെയും പൗരന്മാരാണ് എന്നാണ് ഈ ഭേദഗതി വ്യക്തമാക്കുന്നത്. ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പല കീഴ്ക്കോടതികളും ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധി വന്നിരുന്നു. എന്നാൽ 14ാം ഭേദഗതിയുടെ പരക്കെ അംഗീകരിക്കപ്പെട്ട ഈ വ്യാഖ്യാനം തെറ്റാണെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. പൗരന്മാരല്ലാത്തവരുടെ കുട്ടികൾ അമേരിക്കയുടെ നിയമപരിധിക്ക് പൂർണ്ണമായും വിധേയരല്ല എന്നും അതിനാൽ അവർക്ക് സ്വയമേ പൗരത്വം നൽകരുതെന്നും സർക്കാർ വാദം വന്നിരുന്നു. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടും പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോപ്പുലേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ പഠനമനുസരിച്ച് ഈ ഉത്തരവ് നടപ്പിലാക്കിയിരുന്നുവെങ്കിലും അമേരിക്കയിൽ പ്രതിവർഷം ജനിക്കുന്ന 2,50,000-ത്തിലധികം കുഞ്ഞുങ്ങളെ ഇത് ബാധിക്കുകയായിരുന്നു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ പ്രധാനമായും നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് എങ്കിലും ഈ പുതിയ നിയന്ത്രണം ഇന്ത്യക്കാരടക്കമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, താൽക്കാലിക വിസയിലുള്ളവർ, ഗ്രീൻ കാർഡ് വഴി സ്ഥിര താമസത്തിന് ശ്രമിക്കുന്നവർ ഉൾപ്പെടെയുള്ള നിരവധി നിയമപരമായ കുടിയേറ്റക്കാരെ ബാധിക്കുന്നതാണ് കണ്ടെത്തൽ.